സിവിൽ സർവീസ് എന്ന മോഹത്തെ എപ്പോഴെങ്കിലും കൊണ്ടു നടന്നതാണോ നിങ്ങൾ? പിന്നീട് ജോലി തിരക്കിലും മറ്റു ഉത്തരവാദിത്തങ്ങളിലും ഒഴുകിയപ്പോൾ ആ മോഹത്തിനെ ഉപേക്ഷിക്കേണ്ടി വന്നവർ. ഇപ്പോഴും സിവിൽ സർവീസ് വിജയികളെ കാണുമ്പോഴോ കളക്ടറുടെയോ കമ്മീഷണറുടെയോ വാർത്തകൾ കേൾക്കുമ്പോഴോ നഷ്ടബോധം ഉണ്ടാകുന്നവരാണോ നിങ്ങൾ? എന്നാൽ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടാതെ തന്നെ ആഗ്രഹങ്ങളെ പിന്തുടരുന്നവർക്ക്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണോ സിവിൽ സർവീസ് പരീക്ഷ? The simple answer is yes. Because a lot of students at Fortune have done that. How could they do that? Because they had three things: a proper plan, discipline, and time management. So what is a proper plan? ഒരു പ്രോപ്പർ പ്ലാൻ എന്നാൽ അത് പേഴ്സണലൈസ്ഡ് പ്ലാൻ ആണ്. എന്താണ് പേഴ്സണലൈസ്ഡ് പ്ലാൻ എന്നല്ലേ? നിങ്ങളുടെ ജോലി സമയത്തെ മുൻനിർത്തി നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് പഠന മാധ്യമം ഓൺലൈൻ ആക്കുക എന്നുള്ളതാണ്. ഈ ഓൺലൈൻ ക്ലാസ് അങ്ങനെ ഒരു സാധാരണ ഓൺലൈൻ ക്ലാസ് അല്ല. ക്ലാസ്സുകൾ തുടങ്ങും മുമ്പ് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലിയുടെ രീതി, നിങ്ങളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം, പഠനത്തിനായി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന സമയം, ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ഒരു പ്ലാൻ. കൃത്യമായ ഇൻഡിവിജ്വൽ പേഴ്സണലൈസ്ഡ് പ്ലാൻ. ഇനി എന്താണ് ഈ ഇൻഡിവിജ്വൽ പ്ലാനിന്റെ രീതി? നിങ്ങളിൽ പല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഒരേ ക്ലാസ്സിൽ വരിക. അതായത് സയൻസ് 10ാം ക്ലാസ് വരെ പഠിച്ചവർ മാത്രം കാണാം, 12ാം ക്ലാസ് വരെ പഠിച്ചവർ കാണാം, ഹിസ്റ്ററി ഇഷ്ടമല്ലാത്തവർ കാണാം, ജിയോഗ്രഫിയും എക്കണോമിക്സും പഠിച്ചിട്ടേ ഇല്ലാത്തവർ കാണാം. അപ്പോൾ ഈ വിഷയങ്ങളോടൊരു പേടി ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ബാക്കിയുള്ളവരുടെ നിലവാരം നമ്മളിൽ നിന്ന് കൂടുതലാണല്ലോ, അവർക്ക് ഇതൊക്കെ അറിയാമല്ലോ, ഇങ്ങനെയുള്ള പേടി അത് സ്വാഭാവികമാണ്. എന്നാൽ ആ പേടിയും ഇവിടെ വേണ്ട. നിങ്ങൾക്ക് ബേസ് ഇല്ലാത്ത വിഷയങ്ങളുടെ ഒരു ബേസിക് ക്ലാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് തുടങ്ങുക. അതും നിങ്ങളുടെ വളരെ ചെറിയ ബ്രേക്ക് ടൈമിലോ ലഞ്ച് ടൈമിലോ യാത്രയുടെ സമയങ്ങളിലോ ഒക്കെ കാണുവാനും കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ തന്നെ പഠിക്കുവാനും പറ്റുന്ന 15 മുതൽ 20 മിനിറ്റ്സ് ഉള്ള വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ സയൻസിന്റെ ബേസിക്സ് എനിക്ക് അറിയില്ല, എക്കണോമിക്സ് എനിക്കൊരു ഐഡിയയും ഇല്ല, ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമല്ല, ഇതൊന്നും പറയേണ്ടി വരില്ല. ഒരു നല്ല പ്ലാൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പ്ലാൻ എക്സിക്യൂഷൻ ആണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ടൈം മാനേജ്മെന്റ്. ടു സേവ് യുവർ ടൈം വി ഹാവ് ഡിവൈസ്ഡ് എ 2-pronged approach. 1, prioritization. 2, visual explainers. So why do we need prioritization? UPSC syllabus വളരെ വാസ്റ്റ് ആണ്. But on close scrutiny of previous year's questions, കുറച്ച് പ്രയോറിറ്റി തീംസ് അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രയോറിറ്റി തീംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ്സസ് കവർ ചെയ്യുക. പ്രയോറിറ്റി തീംസ് കവർ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി വേണ്ടത് റിവിഷൻ ആണ്. റിവിഷനായുള്ള ബെസ്റ്റ് ടൂളാണ് വിഷ്വൽ എക്സ്പ്ലെയിനേഴ്സ്. വാട്ട് ആർ വിഷ്വൽ എക്സ്പ്ലെയിനേഴ്സ്? ക്ലാസ്സിൽ കവർ ചെയ്ത പ്രയോറിറ്റി തീംസിനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള റിവിഷൻ വീഡിയോസ് ആണ്. ബിക്കോസ് ദീസ് ആർ ഷോർട്ട് വീഡിയോസ്, യു ക്യാൻ വാച്ച് ദം വൈൽ യു ആർ ട്രാവലിംഗ് ഓർ വെൻ യു ആർ ഓൺ എ ബ്രേക്ക്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ പ്ലാനും ആ പ്ലാനിനനുസരിച്ച് ടൈമിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന ഐഡിയയും കിട്ടി. ഇനി വേണ്ടത് ഡിസിപ്ലിനാണ്, ദ തേർഡ് പില്ലർ. നിങ്ങൾ ഈ പ്ലാനിനെ പിന്തുടരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളെ തീർക്കുവാനും ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാനും ഒരു ഇൻഡിവിജ്വൽ മെന്റർ. ഇതുകൂടാതെ ഈ പ്ലാനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ, ഈ പ്ലാനിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ പുറത്തു പോയാൽ നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോർച്യൂൺ ബഡ്ഡിയും ഈ പ്ലാനിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് യു വാണ്ട് ദിസ്. സോ വാട്ട് സ്റ്റോപ്പിംഗ് യു? ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. See you soon. Fortune IAS Academy. More than just an academy.